റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ, അറസ്റ്റ് അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ആയുധമാകുമെന്ന് ഉറപ്പാണ്. അതിനിടയിൽ MLA-യെ അയോഗ്യനാക്കാനുള്ള നടപടികൾ, അതിൽ ഇന്ന് സ്പീക്കറുടെ പ്രതികരണം നമ്മൾ കണ്ടു. തുടർ നീക്കങ്ങൾ എന്തായിരിക്കും ഓരോ പാർട്ടികളുടെയും ഒപ്പം അയോഗ്യതാ നടപടിയിലും? റോഷിപ്പാൽ, സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിരവധി തെളിവുകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ അത് LDF ആയുധമാക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന ആവശ്യമുണ്ട്. അതിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന ചർച്ചയാക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കിയെന്ന ആരോപണം വരും. കാരണം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA പദവി രാജിവെക്കണമെന്ന ആവശ്യം അത് പരസ്യമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രേഖാമൂലമോ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന വിമർശനമാണ് LDF ഉയർത്തുന്നത്. അതിന് കൃത്യമായി ഒരു മറുപടി നൽകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ ഇനി നിയന്ത്രണങ്ങളില്ല എന്ന വിശദീകരണമാണ് കോൺഗ്രസ് നൽകുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇല്ലാത്ത തലത്തിൽ ഒരു നടപടി. പരാതി വരുന്നതിന് മുമ്പേ വാർത്ത വന്നപ്പോൾ തന്നെ റിപ്പോർട്ടർ ആദ്യഘട്ടത്തിൽ ഈ പീഡനത്തിന്റെ വാർത്തകൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ സസ്പെൻഷനും, പിന്നീട് ആദ്യ പരാതി വന്നു, രണ്ടാമത്തെ പരാതി വന്നപ്പോൾ അതിൽ ശരി. ഏതായാലും വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. ഇതിലിപ്പോൾ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിക്കുകയും ചെയ്തത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇക്കാര്യം ചർച്ചയാകും എന്നതിൽ തർക്കവുമില്ല.